ബഹുമാനായ സച്ചിദാനന്ദ സ്വാമികൾ അധ്യക്ഷത വഹിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് ശ്രീനാരായണ ക്ഷേത്രങ്ങളിൽ ഇപ്പോൾ ഷർട്ട് ധരിച്ച് അകത്ത് കിടക്കാൻ പാടില്ല എന്ന് ചില ക്ഷേത്രങ്ങൾ കൽപ്പിച്ചിരിക്കുന്നത് ശരിയല്ല, അത് ഒഴിവാക്കേണ്ടതാണ്, ഷർട്ട് ധരിച്ച് കയറാവുന്ന അവസ്ഥയുണ്ടാവണം എന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞു. അതുകൂടാതെ ഒരു കാര്യം കൂടി പറഞ്ഞു, പൊതുവേ വളർന്നു വരുന്ന മന്ത്രവാദങ്ങൾ, അതേപോലെ തന്നെ ഈ ചില പൂജകൾ, ഈ അന്ധവിശ്വാസങ്ങൾ, അനാചാരങ്ങൾ, അതെല്ലാം ഒഴിവാക്കേണ്ടതാണ്. അത് ഗുരുദർശനത്തിൽ നിന്നുകൊണ്ടാണ് സച്ചിദാനന്ദ സ്വാമികൾ ആ ഒരു വിപ്ലവകരമായ അഭിപ്രായം അദ്ദേഹം സൂചിപ്പിച്ചത്. സ്വാഭാവികമായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അതിന് പിന്നാലെ പ്രസംഗിച്ചപ്പോൾ ആ അഭിപ്രായങ്ങളോട് യോജിക്കുന്നു എന്ന് മുഖ്യമന്ത്രിയും പറഞ്ഞു. ഞാൻ പ്രത്യേകം പ്രസംഗിച്ചപ്പോൾ ഞാനും അഭിപ്രായത്തോട് യോജിക്കുന്നു. കാരണം ശ്രീനാരായണ ക്ഷേത്രങ്ങളിൽ ഷർട്ട് ധരിച്ച് കയറാൻ പാടില്ല, ഗുരുവിൻ്റെ ദർശനത്തിന് നിരക്കാത്തതാണ് ആ വാദം എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഇല്ല, അത് പിന്നെ ആലോചിച്ചില്ല. അത് അവിടെ ഒരു അഭിപ്രായം ഇങ്ങനെ വന്നു. അതിന് ഈ കാര്യത്തെക്കുറിച്ച് പറഞ്ഞു. ദേവസ്വം ബോർഡിൻ്റെ ആലയങ്ങളും ദേവസ്വം ബോർഡുകളൂടെ ആലോചിക്കണ്ടേ. ഇപ്പോൾ നമുക്ക് 5 ദേവസ്വം ബോർഡുകളാണുള്ളത്. 1 തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്, 2 ഗുരുവായൂർ ദേവസ്വം ബോർഡ്, 3 മലബാർ ദേവസ്വം ബോർഡ്, 4 കൊച്ചിൻ ദേവസ്വം ബോർഡ്, 5 കൂടൽമാണിക്യം. ഈ 5 ദേവസ്വം ബോർഡും കൂടി ചർച്ച ചെയ്യുന്ന രൂപത്തിൽ നിന്നുകൊണ്ട് അതിൻ്റെ അഭിപ്രായങ്ങൾ വന്നില്ലേ ഗവൺമെൻറ് ഇടപെടുള്ളൂ. ഇപ്പം അങ്ങനെ രൂപത്തിലേക്കുള്ള ചർച്ചകൾ വന്നില്ലേ. ഇന്നലെ അവിടെ ശിവഗിരി തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് സച്ചിദാനന്ദ സ്വാമികൾ പറഞ്ഞ ഈ അഭിപ്രായം അത് അതിപ്രധാനമാണ്. അത് ഈ പ്രത്യേകിച്ച് ഈ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ധാരാളം കൂടോത്രങ്ങൾ വരികയാണിപ്പോൾ. നമ്മൾ വിചാരിക്കുന്ന ചില ആളുകൾ, ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ആളുകൾ പോലും അതിനൊക്കെ വശംവദരാകുന്നു. ഈ മന്ത്രവാദങ്ങൾ, അതിന് എന്തെല്ലാം നമ്മൾ കണ്ടല്ലോ, പത്തനംതിട്ടയിലെ കൊല അല്ലേ, മനുഷ്യക്കൊല വരെ നടന്നില്ലേ ഈ കാലഘട്ടത്തിൽ. അതുപോലുള്ള സംഭവങ്ങൾ വിവിധ മേഖലകളിൽ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും മാറണം. ഗുരു അത്തരത്തിലുള്ള വീക്ഷണങ്ങൾക്കെല്ലാം എതിരായിരുന്നു, മന്ത്രവാദത്തിനും അന്ധവിശ്വാസങ്ങൾക്കുമെല്ലാം. ആ ദർശനം വെച്ചിട്ട് സച്ചിദാനന്ദ സ്വാമികൾ അവിടെ വിഷയം അവതരിപ്പിച്ചു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അതിനെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞു, ഞാനും അഭിപ്രായം പറഞ്ഞു. ഇതുവരെ ദേവസ്വം ബോർഡിന് ഇതുവരെ ചർച്ച ചെയ്തിട്ടില്ല. ചർച്ച ചെയ്ത് വന്നെങ്കിൽ മാത്രമേ നമുക്ക് അതിലേക്ക് എടുക്കാൻ കഴിയൂ. ഇല്ല, അതിലേക്ക് വന്നില്ല. ഞങ്ങൾ ഇന്നലെ ഒരു അഭിപ്രായം ഇങ്ങനെ പറഞ്ഞു. ബാക്കിയുള്ള കാര്യങ്ങൾ ആദ്യം ദേവസ്വം ബോർഡാണ് ചർച്ച ചെയ്യേണ്ടത്. അത് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ കാര്യങ്ങൾ പറയുന്നത്. അല്ലേ, നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? പ്രസിഡന്റ് തന്നെ ആയിരിക്കുന്നത്. ബോർഡ് സ്റ്റാറ്റ്യൂട്ടറി പവറുള്ള ബോർഡാണ്.